ഹലോ മച്ചന്മാരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് മെർക്കുറി ആണ്. ഇതിന് ഗ്രാമിന് എത്ര രൂപ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇത് 1 ഗ്രാമിന് 10 ലക്ഷം രൂപയാണ് ഗായ്സ്. 10 ലക്ഷം രൂപ. വീഡിയോ കണ്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നു. നമ്മൾ നോക്കട്ടെ. എന്നാലും എനിക്കെന്തോ ഒരു വശക്കെടുപ്പ് ഫീൽ ചെയ്തു. ചിലപ്പോ എനിക്കും ആദ്യം അങ്ങനെയാണ് തോന്നിയത്. 1980-നും 88-നും ഇടയിൽ വാങ്ങിയതാണോ എങ്കിൽ ഉറപ്പിച്ചോ ഗായ്സ്, നിങ്ങളുടെ റെഡ് മെർക്കുറി നിങ്ങളുടെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമില്ലൂടാ. എങ്ങനെയാണ് നിയമവിരുദ്ധമാണത്? അല്ല, ഇത് ഇങ്ങനെ ഇതൊക്കെ ഞാൻ നേരത്തെ ഇല്ല നാഗവാണിക്യം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി ആ ടൈപ്പ് വല്ലതും ആണോന്നാ എനിക്ക്. അത് പാമ്പിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊന്ന് തലേന്ന് കെടുക്കണ്ടേ? അതുപോലെയാണ് നമ്മൾ കാശ് കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുന്നു, അതിനകത്തുള്ള സാധനം നമ്മൾ ഒരുവിക്കുന്നു. അതാണ് നിയമവിരുദ്ധം. നമ്മൾ കാശല്ലേ പൈസ കൊടുത്ത് സാധനം വിറ്റുകൂടി പിന്നെ നോക്കാം. അണ്ണാ ചെയ്യണം. നമുക്ക് എന്ന് ഈ കഞ്ഞിയും കുടിച്ചോണ്ട് നിന്നാ മതിയാ. അപ്പോഴൊന്നും മീൻകറി ഒന്നും വെച്ചില്ലേ? മണിക്കൂർ അവ ഒരു ഉപമ പറഞ്ഞത്. എന്റെ അണ്ണ ഇത് 10 മില്ലിക്ക് 10 ലക്ഷമാണ്, അറിയാമോ? 10-30 മില്ലി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ? ശരിയാ. നമുക്ക് ട്രിപ്പൊക്കെ പോകണ്ടേ? ട്രിപ്പോ? എങ്ങോട്ട്? ഗോവ. അങ്ങ് ദുഫായി. അല്ല, അങ്ങനെയാണെങ്കിൽ കാശ് കിട്ടിയാലേ ഞാനും ശ്രീകൂടെ ആ കുളുമണാലിയില്. കുളുമണാലി അന്ന് ഇഷ്ടമുള്ളത് പൊയ്ക്കോ. അണ്ണ പൈസ എടുത്തുണ്ടോ? ഒരു 5000 രൂപ. 5000 രൂപയോ? 5000 രൂപ ഒന്നും എന്റെ ഇല്ല. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ ഇങ്ങനെ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾ പൈസ തരില്ലെന്ന്. ഞാനാണ് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ അതുപോലെ ഒന്നുമല്ല, നിങ്ങൾ പൈസയൊക്കെ തരുമെന്ന്. എടാ, അത്രയും കാശ് എന്റെ കയ്യില്ലടാ. കൂടിപ്പോയ ഒരു 4900 രൂപ ആണ്. അത് ഞാൻ തരാം. അത് മതി. പിന്നെ ഒരു 100 രൂപ കൂടെ തന്നാ മതി. അങ്ങനെ വേണമെങ്കിൽ തരാം. അങ്ങനെ തരാം. അത് മതി. അത് പക്ഷെ എന്റെ കയ്യിലേ 100 രൂപയായിട്ട് ചില്ലറായിട്ടുണ്ട്. പിന്നെ കാർഡാ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ATM കാർഡ്. അത് മതി. തരാം. പെട്ടെന്ന് 100 രൂപ. 4900 എടുക്കാവൂ. ഇതിന്റെ പിൻ നമ്പർ ഏതാണ്? പിൻ നമ്പരോ? 367. അത് 4 നമ്പർ ആയില്ലല്ലോ. 4 നമ്പറാണ്. 366667. 367. 4900 എടുക്കാവുള്ളേ. പിന്നെ ഒരു കാര്യം പറയാം. ഇതിപ്പോ ഇവിടെ ആരും അറിയില്ല, വീട്ടിലാരും അറിയില്ല. ഞങ്ങൾ ഞാനും ഈ അണ്ണനും കൂടെ പോയി ആയിക്കോട്ടെ. 6 അടി എടുത്തോണ്ട് എന്താ പറയുക. പിന്നെ ഇവര് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തോട്ട് കടയിലല്ലോ പോയെന്ന് പറയാം. അത് അങ്ങേര് എന്തെങ്കിലും പറഞ്ഞോളൂ. അത് റേഡിയോ വാങ്ങിക്കാൻ പോയെന്ന് പറയാം. ഒരിടത്ത് പോയില്ല, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം. അച്ഛനും മംഗളും അവരിത് അങ്ങോട്ട് പോയി. പൈസ കൊടുത്തോ? കൊടുക്കണോ? അത് എന്റെ പേരിൽ തന്നെ. വെറുതെ കിട്ടിയല്ലേ? വെറുതെ കിട്ടിയതല്ലേ? വെറുതെ കിട്ടിയത്, ഫ്രീ ആയിട്ട്. എനിക്ക് തോന്നി. ഇത് ഭംഗിയല്ലേ? ഭംഗിക്ക് വീട്ടിൽ വെക്കാലോ പഴയ സാധനങ്ങള്. പഴയ സാധനമൊക്കെ വല്ലോടം കൊണ്ട് കളയാതെ അകത്തോട്ട് കളാ. കൊണ്ട് വെക്കാൻ ഇവിടെ ഇരിക്കട്ടെ മോളെ. ഇത് അപ്പ ചെന്നോണ്ട് കിട്ടി, ഭാഗ്യം. ഇത് കിട്ടിയത് ആര് ഹോട്ടലിൽ വന്നേ? ഞങ്ങള്. നിങ്ങളോ? ഓ, എന്തോന്നു? വെറുതെ കിട്ടിയതാ. റേഡിയോ. അന്നേരം ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ? അത് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ഇരുന്ന് അവൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇതെന്തോന്നു? ഇതൊരു ഭംഗിയല്ലേ? ഇതിനൊരു ഭംഗിയില്ല, കാണാൻ കൂടുതൽ അഴുക്ക. ഇത് വീട്ടിൽ വെക്കുന്ന ഒരു ഭംഗിയാ. ഇത് ഹാൻഡിക്യാപ്ഡാ. ഈ പുരാണ സാധനങ്ങളില്ലേ, പുരാതനം. ആന്റിക്കാ അങ്ങനെയും പറയും. ഇതിവിടെ അത്ര പഴക്കമൊന്നും ഇല്ല, കണ്ട പറയൂല. നല്ല രസമായിരിക്കും ഇവിടെ വെച്ചാ. പണ്ട് ഗണേശൻ മാമന്റെ വീട്ടിലൊരു വലിയ റേഡിയോ ഉണ്ടായിരുന്നില്ലേ, പഴയ സാധനം. അവിടെ ഉണ്ടായിരുന്നേ. അത് ആരോ വന്ന് ഭയങ്കര വിലയൊക്കെ കൊടുത്ത് എടുത്തോണ്ട് പോയിന്ന്. പുലിനയുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ, നമ്മുടെ വീട്ടില്. ഇത്ര ഒരെണ്ണം അത്രയില്ല. അപ്പൊ ഇച്ചിരി കൂടെ ചേർന്ന് ഇത്രയില്ല, ഇത്രയൊക്കെ എന്നിട്ട് അതവിടെ അത് ആക്രിക്കാരൻ എടുത്തു. വൃത്തിയായിട്ട് എടുത്ത് കൊടുത്തത് ഞാനാ എടുത്തു കൊടുത്തത്. അല്ലെ, തപ്പി ഇറങ്ങിയല്ലേ 2-3 കിട്ടുമെന്ന് വാങ്ങിച്ചു വെക്കാം. എന്തിന്?
ചുമ്മാ രസത്തിന്. ചുമ്മാ രസത്തിന് ആക്രി സാധനം എടുത്ത് വീട്ടിൽ വെക്കാനാ. ഒരൊറ്റ സാധനം ഞാൻ വീട്ടിൽ കിട്ടില്ലായിരുന്നു. അല്ല വെറുതെ കിട്ടുന്നല്ലയോ പെങ്ങളെ. ഇതെന്തോ ഇത് 100 വട്ടമായിട്ട് വെറുതെ കിട്ടുന്ന എന്താ പറ്റിയ മാമന്? അതല്ലടി, ഇത് ഒരു രസമാണ് ചേട്ടത്തി. നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടേ ലൈറ്റൊക്കെ കൊടുത്ത്. ഇവിടെ മർഫി മർഫി അവിടെ കണ്ടോ കണ്ടോ പഴയ സാധനമോ പഴയ സാധനമോ. രാമ ഇവിടെ വെക്കണം. ആ ചെടിയൊക്കെ എടുത്ത് വളരെ കയറി. എന്നാ പിന്നെ എല്ലാരും പിരിഞ്ഞു പോവാനാ? എന്താ മീറ്റിംഗ് അത്? വേറെ പരിപാടിയുണ്ട്. ഇവിടെ നിൽക്കാം, ഞാൻ ഫ്രീ ആയിപ്പോ. എന്നാ പിന്നെ നിങ്ങൾ അതെടുത്ത് മാറ്റി ഇത് വെക്കട്ടെ. നീ ഒരു കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ടോ. നീ ചെല്ല്, പഠിക്കാൻ ഉണ്ടപ്പോ. പഠിക്കില്ല. പിന്നെ നീ ഇവിടെ തന്നെ നിന്നോ. പിന്നല്ലാതെ പിന്നെ അല്ല മണി വെള്ളം കൊണ്ടുപോ കുടിക്കാൻ. മാറി കാണണം. ഒരു കാര്യവും നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാ അതല്ലേ അച്ഛന്റെ ഫോണിങ് എടുത്തിട്ടോ. ചെല്ല്, അച്ഛന്റെ ഫോൺ അതിരി എടുത്തിട്ടോ. പോയിട്ട് വാ മക്കളെ. നാടി പിങ്കി കൊണ്ടുപോയിക്കോ. ഇതെന്തിന്? കൊണ്ടുപോയിക്കോ. ഹായ്. കാണുവേ സാധനം കാണുവേ ഇതിനകത്ത്. ഉണ്ടോ? സാധനം കാണും. മണിക്കുട്ടിക്ക് സംശയം വരും. കിടന്ന് കൂവാതാണ്. അല്ല ശ്രദ്ധിക്കണം. പതുക്കെ പറ. മണിക്കുട്ടിക്ക് ഡൗട്ട് കൊടുക്കല്ലേ. ഞാൻ പോണം. നിങ്ങൾ എന്തോ നിങ്ങൾ രണ്ടും കൂടെ കാണിക്കുന്നു. എടാ ഇതിനകത്ത് നിറച്ചും സാധനം കാണുമോ? അണ്ണാ ഞാൻ ഇടയിൽ കൂടെ കാണിച്ചത് മറ്റേ ചുവപ്പ് സാധനം. ചുവപ്പ് സാധനം അത് ഇതായല്ലേ? അപ്പൊ അത് എടുക്കാനേ തുറന്നെടുക്കണ്ടേ? അതങ്ങനെ. അതൊന്നും വേണ്ട, നമുക്ക് തല്ലി പൊട്ടിക്കാം. അപ്പൊ അത് പൊട്ടി പോകില്ലേ? അതൊക്കെ ഞാൻ തുറന്നെടുത്തോളാം. അതിന് ടൂൾസ് ഉണ്ടോ? അതൊക്കെ ഉണ്ടെന്ന് അവനത് വേണ്ട രൂപത്തിൽ അതിന്റെ ഞരമ്പെടുത്തോളും. അപ്പൊ കൊടണ്ണന്മാരെ കൈ ഓപ്പറേഷൻ റെഡ് മെർക്കുറി. ഓക്കെ. ആ എന്താടാ ഇപ്പോഴാ? ഓ വരാം. നമുക്കിപ്പോ ഈ സാധനം എടുത്തല്ലേ. ഇപ്പോഴാ? ഓ അതെങ്ങനെ ശരിയാവും? എന്ത് ശരിയാകത്തുണ്ട്? മണിക്കൂറിനെ വിളിക്കണ്ടേ? മണിക്കൂട്ടിനൊന്നും വിളിക്കണ്ട, നമുക്ക് മാത്രം പേടിക്കണം. അത് ചതിയല്ലടാ. ചതിയാ? പിന്നെ ബ്ലാക്ക് മാർക്കറ്റിലെ സാധനം കൊണ്ടുവയ്ക്കുന്നതിന് അത് ചതിയില്ല, ഇതാണ് ചതി. എടാ അത് ശരിയാവില്ല. നമുക്കങ്ങ് പോയി എടുക്കാണ്ട, അങ്ങനെ ഉള്ളത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന നീ രാവിലെ തന്നെ അയാളെ 5000 രൂപ പറ്റിച്ച്. ഇനി ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് അമ്മക്കാനാ പക്ഷെ അവൻക്കാന്നോ? പിന്നെ അണ്ണ എന്ത് വർഷം പറഞ്ഞ അങ്ങനെ 10000 രൂപ കൊടുത്താൽ മതിയില്ല. പറഞ്ഞ ഞാൻ ടൂൾ എടുത്തു. അത് തെറ്റല്ലേ? തെറ്റാ? നിങ്ങൾ കൂടുതൽ സത്യവും സാഹചര്യം വല്ല ഇങ്ങോട്ട് വാങ്ങി. എന്തെണ്ണ ശരിയാവൂലേ? അത് ഞാൻ തുറക്കൂട്ടി. അതല്ല, ഇത് ഈക്വലായിട്ടല്ലേ ചെയ്യുന്നത്. ഞാൻ 10000 രൂപ കൊടുക്കാന്ന്. 10000 കൊടുക്കാൻ? ഓ അന്നിങ്ങോട്ട് മാറിയാന്ന്. ഒന്ന് മാറി ആരെയും വന്നാൽ നോക്കാമോ? ഞാൻ നോക്കണോ? എന്നാ ഞാൻ നോക്കാം, നിങ്ങൾ എനിക്ക് വയ്യ. നിങ്ങൾക്കൊന്നും പറ്റില്ല. നീ ഇതൊക്കെ ചെയ്. ആ അത് തന്നെ പറഞ്ഞത്. കണ്ടു പെട്ടെന്ന് ചെയ്യണ. നിങ്ങളെ താരം അറിയിക്കായിരുന്നാ മതി. മണിയല്ലോ അറിഞ്ഞു കഴിഞ്ഞ അയ്യോ അണ്ണ ഒരു ചതി പറ്റിയണ്ണ. ഇതിനകത്തൊരു കുന്തമില്ലല്ലോ, ഇതിനകത്ത് റെഡ് മൃഗവും ഇല്ല, പച്ചയും ഇല്ല, ഒന്നുമില്ല. ഇല്ലേ? നീ എടുത്ത് മാറ്റിയില്ലേ?
അങ്ങനെ ഞാൻ എടുത്ത് മാറ്റി. ഞാൻ നിങ്ങളെ മുമ്പ് വെച്ചല്ലേ തുറന്നത്. നീ എന്നെ വിളിക്കാൻ പറഞ്ഞ രൂപ നീ വന്നെടുത്ത് പറ്റിയല്ലോ. ഓ ഞാൻ മാറ്റിക്കൊണ്ട് തിന്നു. നീ ചെയ്യും ഇപ്പൊ തന്നെ നീ മണിക്കൂറിനെ പറ്റിക്കാന്ന് എന്നെ വിളിച്ചില്ലേ, അതുപോലെ ഞങ്ങൾ രണ്ടുപേരെ പറ്റിക്കാൻ വേണ്ടി ചെയ്താണ്. എന്താ പിന്നെ നിങ്ങളെ വിളിച്ചോണം തുറക്കണമായിരുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ വിളിച്ച് തുറന്നാൽ പോരെ. നോക്കിയോ, ഞാൻ കാണിച്ചു തരാടാ, ഞാൻ കാണിച്ചു തരാം. നീ നിങ്ങൾ ഇതിനകത്തുള്ള കാണിച്ചാ? ഇതിന്റെ അകത്തുള്ളല്ല, നിനക്ക് ഇതിനെ ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, എന്തോ നാളെ നേരം വിളിക്കട്ടെ. ഞാൻ കളഞ്ഞിട്ട് ഞാൻ പോകും. നേരം വിളിക്കട്ടോ. ഞാൻ അവിടെ കിട്ടുന്ന ഇങ്ങോട്ട് വന്നാണ്. ഇങ്ങോട്ട് വാങ്ങിക്കോട്ടു. ഇപ്പൊ ഞാനല്ലേ കുഴപ്പക്കാരെ. പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടപ്പെടില്ല. ഞാൻ നിങ്ങളെ പൈസ തിരിച്ചു തന്നാൽ മതിയില്ല. കൊണ്ടുപോ, ഞാൻ പോണം. അത്രേ ഉള്ളൂ.